ഭാഗീരഥി, ആ നീ എവിടെ പോയിരിക്കുകയായിരുന്നു ഇത്ര നേരം? ഞാൻ ആ പശുവിന് ഇച്ചിരി വെള്ളം കൊടുക്കാൻ പോയതാ. കുറേ നേരമായിട്ട് കിടന്ന് വിളിക്കുന്നു. ഭാഗീരഥി, നീ ആ പങ്കിയമ്മയെ പറ്റി പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. എണീറ്റ് നടക്കാൻ വയ്യെങ്കിൽ എന്താ, ഒരാൾക്ക് എപ്പോഴും പെണ്ണുങ്ങളുടെ കഥ കേട്ടാൽ മതി. ഇതും പറഞ്ഞോണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാലേ അടുക്കളയിലെ ജോലി ആര് ചെയ്യും? പങ്കിയമ്മയുടെ കഥയൊക്കെ ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ. അതെങ്ങനാ കേട്ട പാടെ മറക്കും. രാമായണം വായിക്കുന്ന എന്തിനാ, കഥ അറിയാനാ? ഇപ്പൊ യോഗ്യനായിട്ടിരിക്കുന്നെങ്കിലും നിങ്ങളും അവളെ പുറകെ നടന്നു കാണും. ഇല്ലെന്നൊന്നും ഇപ്പൊ പറയണ്ട. നടക്കാത്ത ആണുങ്ങള് ഈ നാട്ടിൽ ചുരുക്ക. അവളുടെ തെരണ്ട് കല്യാണം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. പൊടി പൂരമായിരുന്നു. അന്നു തുടങ്ങിയതാ സംബന്ധാലോചനകൾ. വല്ലാത്ത ഒരു വളർച്ചയായിരുന്നു പെണ്ണിൻ്റെത്. പ്രായത്തിൽ കൂടുതൽ മൂപ്പും മുഴുപ്പും. ഈ കരയില് ഇത്രയും എടുപ്പും ചന്തമുള്ള ഒരു പെണ്ണുണ്ടായിട്ടില്ല. തീ ചെന്ന് ഇയ്യല് ചാടുന്ന പോലല്ലയോ പെരിങ്ങനത്തെ രാമക്കുറുപ്പി എന്ന് ചാടിക്കളഞ്ഞത്. അവളുടെ ചിരിയും കൊഞ്ചലും കേട്ട് അയാളുടെ ഭൂതി ഇളകിപ്പോയതാ. അല്ലെങ്കിൽ ഈ ആണുങ്ങളൊക്കെ അത്രേ ഉള്ളൂ. അതെനിക്കിട്ടൊരു കിഴക്കാണല്ലോ. ഉള്ള കാര്യം പറയുമ്പോൾ ആർക്കും പിടിക്കത്തില്ല. ഉള്ള വസ്തുവും വകയും എല്ലാം അവളുടെ പേരിൽ എഴുതി കൊടുത്തേച്ചാ കുറിപ്പ് സംബന്ധം നടത്തിയത്. അവള് വേണമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, അവള് വെറുതെ ചിരിച്ചതേ ഉള്ളൂ. കൊടുത്തതെല്ലാം അങ്ങേരുടെ സ്വന്തം ഇഷ്ടത്തിനാ. എന്നാലും അതിശയമാ, ഒരു സംബന്ധം ഒഴിഞ്ഞ ചല്ലിയോ ഈ പ്രായത്തിലും അയാൾ പങ്കിയമ്മയുടെ പിറകെ പോയത്. ആണുങ്ങളെ തമ്മിലടുപ്പിക്കുന്നത് അവക്ക് പണ്ടേ ഒരു രസമാ. അങ്ങോട്ടും ഇങ്ങോട്ടും തോളെ കൈയിട്ട് നടന്ന എത്ര ചെറുപ്പക്കാരാ അവളെ ചൊല്ലി അടിയും തല്ലും ഉണ്ടാക്കിയിട്ടുള്ളത്. അഴകായാലും ആവശ്യത്തിനേ പാടുള്ളൂ എന്ന് പറയുന്നത് എത്ര സത്യമാ. പങ്കി, പങ്കി, പങ്കി ഇതെവിടെ പോയിരിക്കുന്നു? വീട്ടിലില്ലേ? ഞാൻ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നേ? അതിനകത്തുള്ളവരെന്തോ വിചാരിക്കും? പങ്കി എന്താ വിളി കേൾക്കായിരുന്നേ? ഞാനങ്ങ് വല്ലാതെ പേടിച്ചു പോയി. ഇവിടുന്ന് സമാധാനമായിട്ടിരിക്കണം. എനിക്കൊന്നും സംഭവിക്കത്തില്ല. ആണുങ്ങളില്ലാത്തപ്പോ ഞാൻ ഈ മുറ്റത്തോട്ട് ഇറങ്ങത്തില്ല. പങ്കിക്കൊരു ജമ്പർ തയ്പ്പിച്ചോണ്ട് വന്നതാ. ഇതൊന്ന് ഇട്ടോണ്ട് വന്നേ, കാണട്ടെ. ഇപ്പൊ മേലാകെ വേർപ്പ. വൈകുന്നേരം കുളിച്ചേച്ചിട്ട് കാണിച്ചാ പോരെ? ഓ, അപ്പോഴത്തേക്കും പിണങ്ങിയോ? ഞാൻ എന്താ ഇപ്പൊ ഇട്ടോണ്ട് വരാം. പങ്കി, എന്താ ഇത്രയും താമസിക്കുന്നേ? ഒരു ജമ്പർ മാറ്റിയിടാൻ ഇത്രയും നേരം എന്തിനാ? ദേ നോക്കിയേ. എന്താ, ഇഷ്ടായോ? എന്താ ഇങ്ങനെ നോക്കുന്നേ? അങ്ങനെ നിൽക്കൂ. എനിക്കിങ്ങനെ നിന്നാ പറ്റത്തില്ല. അടുക്കളയിൽ ജോലിയുണ്ട്.
അതൊക്കെ പിന്നെ ആകാം. ഇപ്പൊ അവിടെ അങ്ങനെ നിൽക്കൂ. ഞാൻ ശരിക്കൊന്ന് നോക്കിക്കോട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം കുറയായി. ഈ കിറുക്കൊക്കെ നിർത്താൻ കാലമായില്ലയോ? കിറുക്കെങ്കിൽ കിറുക്ക്. എനിക്ക് എന്റെ പങ്കിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഇത് വെറും കിറുക്കല്ല, ഉച്ചക്കിറുക്ക. പശുവിന് 5-6 വൈക്കോല് വലിച്ചിട്ട് കൊടുത്തേ. കുറെ ദിവസമായിട്ട് തർക്കം നടക്കുന്നു. തീരുമാനത്തിലെത്തുന്ന ലക്ഷണങ്ങളില്ല. രണ്ട് കൂട്ടർക്കും വിശ്വാസമുള്ള മൂന്നാമതൊരാളെ കൊണ്ട് സംസാരിച്ച് നോക്കണം. എവിടാ ഇക്കാലത്ത് മധ്യസ്ഥം പറയാനും ആരും കിട്ടത്തില്ല. അതിന് കാരണമുണ്ട്. മധ്യസ്ഥന്മാർ തന്നെ ഇക്കാലത്ത് പക്ഷം ചേരുന്നില്ലേ. അപ്പൊ പിന്നെ കോടതി പോയാലേ കാര്യം തീരും. എന്താ ഇവിടെ? ഓ വെറുതെ. വെറുതെയോ? ഞങ്ങൾ ഈ തണലത്ത് അല്പം വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിന് കുറുപ്പിയായിട്ട് എതിരുമല്ലോ ഉണ്ടോ? എതിരുണ്ട്. വഴി തണലുള്ള സ്ഥലം വേറെ ഉണ്ടല്ലോ. എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ആൾ കൂടി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. വീട്ടിൽ കെട്ടിക്കാൻ പ്രായ വെമ്മക്കളും വല്ലതും ഉണ്ടോ? അത് താൻ നോക്കേണ്ട കാര്യമല്ല. ഇവിടെ ആരും നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല, അത്ര തന്നെ. ഓ അപ്പൊ അതാ കാര്യം അല്ലയോ? കണ്ടാ കൊള്ളാവുന്ന പെണ്ണുമ്പിള്ള കെട്ടിയെന്നും പറഞ്ഞ് ആണുങ്ങൾക്ക് വഴി നടന്നുകൂടായോ? എന്താ എണീറ്റിരിക്കുന്നേ? ഉറക്കം വരുന്നില്ലേ? ഞാൻ ആലോചിക്കുകയായിരുന്നു. ആരോ കതകി മുട്ടുന്ന പോലെ തോന്നി. എന്നെ വിളിക്കാനാണെങ്കിൽ ഇത്ര പതുക്കെ മുട്ടുന്ന എന്തിനാ? അപ്പൊ എന്നെ വിളിച്ചതായിരിക്കുമോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്നത്തെ കാലത്ത് കൂട്ടുകാരെ പോലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇനിയും വല്ല കള്ളന്മാരുമാണെങ്കിലോ? ഏതെല്ലാം വിധത്തിലാ മോഷണം നടക്കുന്നത്? ഇതിപ്പോ ഇവിടുത്തെ തോന്നല. ഞാനൊരു മുട്ടും കേട്ടില്ലല്ലോ. ഉറക്കം വിളിക്കാതെ വന്ന് കിടന്നാട്ടെ. വല്ലതും വന്നിട്ട് വിഷമിക്കുന്നതിനേക്കാൾ നല്ലതല്ലയോ വരാതെ നോക്കുന്നത്? വേണ്ടാത്തതൊക്കെ ആലോചിച്ച് വിഷമിക്കാതെ സമാധാനമായിട്ട് ഉറങ്ങിക്കേ. കുറുപ്പ് എന്താ മുറിയിൽ നിന്ന് ഇറങ്ങാത്തത്? ഏതോ പ്രമാണം തിരയുമായിരുന്നു. അവസാനം കിട്ടിയെന്ന് തോന്നുന്നു. എൻ്റെ ചേച്ചി ആളുകൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. എൻ്റെ പേരിൽ എഴുതിയെങ്കിലും ഇവിടുന്ന് തന്നെയല്ല നോക്കി നടത്തുന്നത്. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്.
ഒത്തിരി കാലത്തെ എക്കല് കയറി ചില വസ്തുവിനൊക്കെ വിസ്തീർണം കൂടി. അത് പുറമ്പോക്കാക്കി പിടിച്ചെടുക്കാൻ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. എത്ര കേസ് വന്നാലും അത് സമ്മതിക്കത്തില്ലെന്നാ ഇവിടുത്തെ വാശി. ഞാൻ ഇറങ്ങട്ടെ, നാളെ വരാം. നോക്കിയ പ്രമാണം കിട്ടിയോ? കിട്ടി. പിന്നെ പങ്കി, ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നു. ഞാനത് പറയുമ്പം എന്നോട് പിണങ്ങല്ലേ. ചിരിക്കുമ്പം ഇത്ര ഉച്ചത്തിൽ ചിരിക്കരുത്. പെണ്ണുങ്ങൾ ചിരിക്കുന്നത് അടുക്കളവട്ടത്തിന് പുറത്ത് കേൾക്കരുതെന്നാ. അത് കൊള്ളാം. ചിരിക്കുന്നതിനുണ്ടോ ചട്ടം? ഞാൻ പറഞ്ഞത് പങ്കി അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ. കാലം പഴയതല്ല. ഇവിടത്തേക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനിനി ആരോടും ചിരിക്കുന്നില്ല. ഓ, അപ്പോഴത്തേക്ക് പിണങ്ങിയോ? ഞാൻ മരിച്ചു പോയേക്കും. ഈശ്വരൻ സാക്ഷിയാണ്, എനിക്ക് നല്ല ബോധമുണ്ട്. സ്വമനസാലെ ബോധിപ്പിക്കുന്ന മൊഴിയായത്. പങ്കിയമ്മയായിട്ട് എനിക്ക് 4-5 കൊല്ലത്തെ ബന്ധമുണ്ട്. കുറിപ്പ് പങ്കിയമ്മയെ സംബന്ധം ചെയ്തതിന് ശേഷമാണ്. ഞാനവിടെ കൂടെ പോകാറുണ്ട്. രാമകുറുവിന് എത്ര നാളായി സംശയം തോന്നിയിട്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. കുറുപ്പ് എവിടെയോ പോകുന്നെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. പങ്കിയമ്മ എന്നെ വിവരം അറിയിച്ചു. ഞാനവിടെ പോയി. പാതിരാ കഴിഞ്ഞപ്പോൾ കുറുപ്പ് വന്ന് കതകിന് തട്ടി പങ്കീന്ന് വിളിച്ചു. പിന്നെ കതകിനിട്ട് ചവിട്ടി. പങ്കിയമ്മ ചെന്ന് കതക് തുറന്നതും ഞാൻ പുറത്തേക്ക് ചാടി. പക്ഷേ രാമക്കുറുപ്പ് എന്നെ കടന്ന് പിടിച്ചു. എൻ്റെ വയറ്റിലാ ആദ്യം കുത്തിയത്. ഞാൻ നിലവിളിച്ചു. എന്നെ ഒന്നും ഓർമ്മയില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഓർമ്മ വന്നത്. ഉറങ്ങട്ടെ. പേടിക്കാനൊന്നുമില്ല. പനി വരാതെ നോക്കണം. ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? എന്താ? കേറി ഇരിക്കാവല്ലോ.
പങ്കിയമ്മ. അതെ, ഇവിടൊക്കെ ആദ്യമായിട്ടായിരിക്കും. രാമക്കുറുപ്പ് ഭർത്താവല്ലേ? അതെ, ആളിവിടെ ഇല്ലേ? ഇല്ല, എവിടെ പോയി? അറിഞ്ഞൂടാ. ദൂരെ എങ്ങാണ്ടോ പോയിരിക്കുക. കുറച്ച് ദിവസമായി. എന്ന് വരുമെന്നും പറഞ്ഞിട്ടില്ല. ആള് കുത്തുകേസി പ്രതിയാ. ഞാൻ കുട്ടൻപിള്ളയുടെ മരണമൊഴി എടുത്തിട്ട് വരിക. തട്ടിപ്പോയാ ആകെ കുഴപ്പമാകും. കുറ്റം ചെയ്തയാൾ പോലീസിന് കീഴടങ്ങണം. അതാ നിയമം. ഒളിക്കുന്നത് പോലെ കുറ്റകരവാ ഒളിപ്പിക്കുന്നത്. അറിയാവോ? കണ്ടിട്ട് വേണ്ടേ പ്രതിയെ ഒളിപ്പിക്കാൻ? ഭാഗീരഥി, എന്താ എന്നെ വിളിച്ചേ? അവസാനം അത് വെട്ടിലും കുത്തിലും എത്തി അല്ലയോ? അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ. ആളുകൾ കുശൂസിക്കുന്നുണ്ടായിരുന്നു. അന്വേഷിച്ചു കൊടുക്കാൻ രാമക്കുറുപ്പും രഹസ്യക്കാരനായിട്ട് കിട്ടുവിളിയെന്ന്. അതെന്തൊരു നെറികെട്ട ഏർപ്പാടാ. ഒരേ സമയം. അപ്പോൾ അത് പെണ്ണുങ്ങളുടെ മാത്രം നെറുകേടാ അല്ലയോ? അവളുടെ പുറകെ നടക്കുന്ന ആണുങ്ങൾ യോഗ്യന്മാര്. അതിനെന്തിനാ ഭാഗീരഥി എന്നോട് വഴക്കടിക്കുന്നേ? ഞാൻ അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടോ? അതിപ്പോ എണീറ്റ് നടക്കാൻ വയ്യാത്തോണ്ട് ആരും അങ്ങനെ ഹരിചന്ദ്രനൊന്നും ആവണ്ട. വന്ന് എനിക്കിപ്പോൾ കുറ്റം മാത്രമേ ഉള്ളൂ. അത് പോട്ടെ, കുത്തുകൊണ്ട കിട്ടുപിള്ളയുടെ കാര്യം എന്തായി? കിട്ടുള്ള 4 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയാതെ കിടന്ന കിടപ്പി കിടന്നു. പിന്നെ 1 മാസം റൊട്ടിയും മുട്ടയും കൊടുത്ത് ആശുപത്രി കിടത്തി. ഈ ദിവസം അത്രയും ചേട്ടൻ്റെ ഭാര്യ പാറുക്കുട്ടിയാ കൊതുകിൻ്റെയും മൂട്ടയുടെയും കടിയും കൊണ്ട് ആശുപത്രി വരാന്തേ കാവൽ കിടന്നത്. ഇപ്പം താണ്ടെ അയാൾ മിടുക്കനായിട്ട് ചുറ്റി നടക്കുന്നു. ഒളിവിപ്പോയ രാമക്കുറുപ്പോ? അയാളുടെ കാര്യമാണ് കഷ്ടം. ഇപ്പം എവിടെയാണെന്ന് പോലും ആർക്കും അറിഞ്ഞൂടാ. പോലീസുകാരാണെങ്കിൽ തപ്പി നടക്കുക. പോലീസുകാർക്ക് ഇത്ര വാശി എന്തിനാ? ആ പാവത്തിനെ പിടിച്ചേ ഒക്കൂന്ന്. അതാ ഞാനും വിചാരിച്ചത്. അയാളെ ജയിലിൽ കയറ്റിയേ ഒക്കുന്നു. ആർക്കാ ഇത്ര വാശി? ഭാഗീരഥി, എന്തോന്നാ കരിഞ്ഞു നാറുന്നേ? അയ്യോ, അടുപ്പി വെച്ച് അവിയല. അന്യോന്യം നമ്മുടെ മാനസങ്ങളൊന്നിച്ചു ചേർന്നു ലയിച്ചു പോയി. പൊട്ടിച്ചെടുക്കില്ലിനിയതു ഞാൻ എത്ര ഈ ലോകം പുലമ്പിയാലും. കുറ്റം പറയുവാനിത്ര മാത്രം മറ്റുള്ളവർക്കിതിലെന്ത് കാര്യം? കുറ്റം പറയുവാനിത്ര മാത്രം മറ്റുള്ളവർക്കിതിലെന്തു കാര്യം? എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ, പങ്കില മാനസർ കാണുകില്ലേ? ഹന്ത നാം 2 പേർ തമ്മിലുള്ളോരന്തരമൊന്നു നീയോർത്തു നോക്കൂ. സ്വപ്നത്തിൽ പോലും ഞാൻ നിൻ പ്രണയ സ്വർഗ സംപ്രാപ്തിക്കുന്നർഹനാണോ? എന്തു നിരർത്ഥമാം ചോദ്യമാണീ. എന്തോ? എങ്കിലും ദൈവം കടുങ്കയൊന്നും ചെയ്തില്ല. ആ ഉടുപ്പൊന്ന് മാറ്റിയേ. ഓ, ആയുസ്സുണ്ടായിരുന്നു. ആരും വിചാരിച്ചില്ല തിരിച്ചുണ്ടെന്ന്.
എങ്കിലും ഞാൻ ചത്തുപോകുന്നു കേട്ടിട്ടും പങ്കിയമ്മ ഒന്നും നോക്കിയില്ലല്ലോ. അല്ലാതെ തന്നെ നാട്ടുകാരും വീട്ടുകാരും ശത്രുക്കളായി. ആശുപത്രിയിൽ വന്നാലും എന്നെ അകത്തേക്ക് വിടത്തില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. ബോധം തെളിഞ്ഞപ്പോ ഞാൻ ആദ്യം അന്വേഷിച്ച പങ്കിയമ്മയാ. എനിക്കുള്ള സ്നേഹം പങ്കിയമ്മയ്ക്ക് എന്നോടുണ്ടോന്നാ എനിക്കിപ്പോ സംശയം. അയ്യോ, അങ്ങനെയൊന്നും പറയരുതേ. എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങക്ക് എന്റെ മനസ്സറിഞ്ഞൂടെ? അരുത് പങ്കിയമ്മേ, അവിവേകമാണ് ഞാൻ പറഞ്ഞത്. പങ്കിയമ്മയുടെ സ്നേഹം എനിക്ക് നന്നായി അറിയാം. സ്നേഹം അങ്ങനെ കിട്ടും തോറും കൂടുതൽ കൂടുതൽ മോഹിക്കും. മാളർ എന്നെ പറ്റി എന്തെല്ലാമാ പറയുന്നതെന്ന് അറിയാമോ? പക്ഷെ ഇത്രയും ഞാൻ സഹിച്ചത് ആർക്കു വേണ്ടിയാണെന്ന് അറിയില്ലേ? അതൊക്കെ ഇരിക്കട്ടെ, കുറെ പണം വേണ്ടിയിരിക്കുന്നല്ലോ. ഈ പോലീസുകാർ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. പണമോ? എന്റെ കയ്യിലൊന്നുമില്ല. ഒറ്റ കാശില്ല. കാശില്ലെന്ന് ഞാൻ സമ്മതിച്ചു. അല്ല, സത്യം. ആ താക്കോലിങ്ങ് തന്നാട്ടെ. എന്റെ കയ്യിലൊന്നുമില്ല. നില്ല്, പിണങ്ങി പോവാതെ. ഈ പണം എന്തിനാ? പ്രതിയെ പിടിക്കാൻ. അയാളെ അങ്ങനെ വിട്ടാ പറ്റത്തില്ല. കൊലപാതകം ചെറിയ കുറ്റമല്ല. ഇല്ല, അതിന് ഞാൻ പണം തരത്തില്ല. എന്നാൽ ആ കാര്യത്തിന് ഇതിൽ നിന്നൊറ്റ കാശ് ചിലവാക്കത്തില്ല. ആ കാൽപ്പെട്ടിട്ട് താക്കോലെവിടെ? എന്തിനാ? അതെവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നേ? രൂപ ഞാൻ എടുത്തോളാം. ആവശ്യമുള്ളത് ഇന്ന് ഒറ്റ കാശ് കൂടുതൽ എടുക്കത്തില്ല. ദൈവത്തിന് നിരക്കാത്തതാ ഞാൻ ചെയ്യുന്നത്. ഒളിവിൽ പോയ രാമക്കുറുപ്പിനെ പോലീസുകാർ പിടിച്ച കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഓർമ്മക്കുറവ് പകരുമോ ഭാഗീരഥി? അതെന്താ? രാവിലെ കഞ്ഞി കുടിക്കാൻ വന്നിരിക്കുമ്പോഴല്ലയോ നീ ഈയമ്പൂശുകാരൻ വന്നു എന്ന് പറഞ്ഞ് പാതി പറഞ്ഞ് മുഴുവനാക്കാതെ പോയത്? അയ്യോ, ശരിയാ. എന്നാലും ഇത്രയും വയസ്സിളവുള്ള എനിക്കും വന്നു ഓർമ്മ പെസക്. എനിക്ക് മാത്രമല്ലേ പ്രായമാവത്തുള്ളൂ. ആ, എന്നിട്ട് ആ പാവം കുറുപ്പിനെ പോലീസുകാർ കൊണ്ടുപോയി തല്ലിയോ? ഏയ്, തല്ലിയൊന്നും കാണത്തില്ല. ചിലപ്പോൾ ചോദ്യം ചെയ്ത് കാണും. കുറ്റം ഏറ്റാ പിന്നെ എന്തിനാ തല്ലുന്നേ? അത് പറയാൻ പറ്റത്തില്ല. പ്രതിയെ കൈ കിട്ടിയ ഒന്ന് പെരുമാറാതെ അവർക്ക് സമാധാനം വരത്തില്ല. അങ്ങയുടെ ചേട്ടൻ പണവും സ്വാധീനമുള്ള ആളല്ലേ, ഉടനെ കോടതി പോയി ജാമ്യം എടുപ്പിച്ചു. എന്നാലും മാനം മര്യാദയായിട്ട് കഴിഞ്ഞ ഒരു മനുഷ്യന് വന്ന ദുർവിധിയെ. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, ഓരോന്നും നടക്കുന്നത് കണ്ട എന്തോ പറയാനാ. അതെനിക്ക് നാളെ മനസ്സിലായോ? കുത്തുകേസിലെ പ്രതി രാമക്കുറുപ്പ. അപ്പോ കേസൊക്കെ തീർന്നോ? കേസൊന്നും തീർന്നില്ല. അയാൾ ജാമ്യത്തിലിറങ്ങിയതാ. പത്രത്തിൽ വായിച്ചില്ലായിരുന്നു. എതിര് കക്ഷിക്കാർ മോശക്കാരല്ല,
അവർ വിടത്തില്ല. അക്കരെ പോകാനാന്നോ? ആരുടെയോ ഭാഗ്യത്തിന് കിട്ടുള്ള അദ്ദേഹം ചത്തില്ല. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ സംഗതിയാകെ കുഴപ്പമായേനെ. വീട്ടിലേക്കാന്നോ? വിശേഷമൊക്കെ ചോദിക്കാൻ പറയുക ചെയ്യാമെന്ന് വെച്ചാ ഞാൻ വേറെ ആളിനെ കയറ്റാഞ്ഞ്. പക്ഷെ ഇവിടെ മിണ്ടാട്ടമില്ലല്ലോ. എന്നാ വന്നേ? അയ്യോ, ഇതെങ്ങനെ പ്രാകൃതമായി എന്റെ ഈശ്വര! കുളിക്കാറായോ? ആ,
എന്തൊരു രുചിയാ ഇതിനൊക്കെ. സ്വാദോടെ ആഹാരം കഴിച്ച നാള് മറന്നു. ഒളിവിലിരുന്നപ്പോ ആഹാരം വല്ലതും കിട്ടുമായിരുന്നോ? അതൊന്നും ഓർക്കാതിരിക്കുന്ന നല്ലത്. ജീവിതത്തിൽ ആദ്യമായി പട്ടിണിയും കിടന്നു. ആരെ കണ്ടാലും പേടിയാ പോലീസിന് വിവരം കൊടുക്കുമെന്ന്. ഒളിക്കാൻ നിലവറ തുറന്നു നിന്ന നല്ലവരായ വീട്ടുകാരെ പോലും ഞാൻ സംശയിച്ചു. രാത്രിയാകുമ്പോൾ കഞ്ഞി തരാൻ കതകന് വന്ന് മുട്ടുമ്പോഴൊക്കെ വിചാരിച്ചു പുറകെ പോലീസ് കാണുമെന്ന്. മനുഷ്യരിലുള്ള വിശ്വാസം തന്നെ പോയി. ഒടുവിൽ പോലീസ് പിടിച്ചാൽ മതിയെന്നായി. അവരെന്നെ അന്വേഷിച്ച് പിടിച്ചെന്ന് പറയുന്നൊക്കെ കള്ളവാ. ഞാൻ സ്വയം സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുമായിരുന്നു. എന്നിട്ട് അവര് വല്ലതും ഉപദ്രവിച്ചോ? വിളക്കണക്കട്ടെ? വേണ്ട, എൻ്റെ ഓമനെ ഞാനൊന്ന് നേരെ കണ്ടോട്ടെ. ഈ ജന്മം ഇങ്ങനെ ഒന്നിച്ചിരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. നിനക്ക് എന്നോടിപ്പോഴും സ്നേഹമാണല്ലേ? എന്നോട് വെറുപ്പില്ലല്ലോ. ഒത്തിരി ഇരുട്ടി, കിടന്നോളൂ. വിളക്കണക്കട്ടെ? പങ്കി എന്നെ തൊട്ട് കിടക്കൂ. ഞാൻ എല്ലാം മറന്നൊന്ന് ഉറങ്ങട്ടെ. നമ്മൾ വിചാരിച്ചതെല്ലാം സ്വച്ഛതയായെന്നല്ലേ? നേരെ മറിച്ചാ നടന്നത്. കിട്ടുവള്ളേരെയും രാമക്കുറുപ്പിൻ്റെയും ബന്ധുക്കളും പക്ഷക്കാരും രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞു. അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അന്ന് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി. വഴക്ക് മൂത്ത അടിയായി. പിന്നെ വെട്ടിലും കുത്തിലും അത് അവസാനിച്ചത്. കോടതിയിൽ കേസ് എത്രയായെന്നറിയാവോ? ആളോഹരി കിട്ടിയത് മുഴുവൻ ആശുപത്രിയിലും കണ്ടിടത്തുമൊക്കെ ചെലവാക്കിച്ച് നടക്കുകയല്ലായിരുന്നോ കിട്ടുപിള്ള? ആള് ചേർക്കാനും കേസ് നടത്താനും ഒക്കെ അയക്ക് എവിടുന്നാ കാശ്? ഇതിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. അയാൾ വല്ലയിടത്തുനിന്നും മോട്ടിക്കുന്നതാണെന്നാ കുറുപ്പിൻ്റെ ആൾക്കാർ പറയുന്നത്. ചില്ലറ കാശ് കൊണ്ട് വല്ലോ ഇതൊക്കെ നടക്കുമോ? എന്തായാലും കുറുപ്പും കിട്ടുള്ളേയും ഇപ്പോൾ വക്കീലാഫീസും കോടതിയായിട്ടാ ജീവിതം. വക്കീലന്മാരെ പറ്റി പറയുന്നത് സത്യമാണ്. എത്ര കൊടുത്താലും ആർത്തിയാ. പിന്നെയും പിന്നെയും കൊണ്ടുപോവാന്ന ഒരു മനുഷ്യത്വം ഇല്ല. കൊടുത്ത കാശിന് നന്ദിയില്ല. എത്ര നാളായി ഈ കേസും വഴക്കും കൊണ്ട് നടക്കുന്നു? ആള് പാതിയായി. കുളിക്കാൻ വെള്ളം അനത്തട്ടെ? കുളിക്കാനും അത്താഴം കഴിക്കാനും ഒന്നും നേരമില്ല പങ്കി. ഇന്ന് തന്നെ ആലപ്പുഴ എത്തണം. നാളെ കോടതി കൂടും മുമ്പ് വക്കീലിന് കേസ് പറഞ്ഞു കൊടുക്കണം. ഒന്നും കഴിക്കുന്നുമില്ലയോ? ഇല്ല, വഴിയിൽ എവിടുന്നെങ്കിലും കഴിച്ചോളാം. പിന്നെ ഞാനിപ്പോൾ ഓടി വന്നത് ഒരു കാര്യത്തിനാണ്. എനിക്ക് പങ്കിയുടെ അനുവാദം വേണം. ഞാൻ ഇഷ്ടദാനം തന്ന വസ്തു ഇന്ന് 1 ഏക്കർ കൂടി വിൽക്കണം. ആറ്റുവക്കിലെ തെങ്ങിൻപറമ്പ. ഉള്ള വില കിട്ടത്തില്ല, പക്ഷേ വേറെ വഴിയില്ലല്ലോ. ഇതിൽ എന്നോട് ചോദിക്കാൻ ഒന്നുമില്ല. ഇവിടുത്തെ വക വസ്തു വിൽക്കുന്നതിന് ഞാൻ എതിര് പറയുമോ?
പ്രമാണം കാൽപ്പെട്ടിയിലുണ്ട്. എൻ്റെ പങ്കിക്ക് എന്നോട് സ്നേഹമുണ്ട്, എനിക്കതറിയാം. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ഇവിടുത്തെ ഭാര്യയല്ലേ? എനിക്ക് ചില അവകാശങ്ങളൊക്കെ ഇല്ലേ? അതെന്താ പങ്കി അങ്ങനെ ചോദിച്ചത്? എന്നാലേ ഇവിടെ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്നില്ല. നാളെ കാലത്ത് പോയാലും വക്കീലിനെ കാണാം. പങ്കി, ഇവിടെ പച്ചവെള്ളം ചേർത്തേ, ചൂടൽപ്പം കൂടുതലാ. അയ്യോ പങ്കി, നേരം പുലർന്നു. ഇങ്ങനെ ആദ്യ പിടിച്ചാലോ? കുറച്ചുകൂടെ ഉറങ്ങിയിട്ട് പോയാലും കച്ചേരി സമയത്തിന് മുമ്പ് ആലപ്പുഴ എത്തും. പങ്കി, പോകുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം ചോദിക്കാനുമുണ്ട്. എങ്ങനാ പറയുന്നതെന്ന് പഠിച്ച് ഇതുവരെ ചോദിക്കാത്തതാ. ആദ്യത്തെ കേസിൻ്റെ വിസ്താരം തിങ്കളാഴ്ചയ്ക്ക് വച്ചിരിക്കുക. അതിലെ പ്രധാന സാക്ഷി പങ്കിയ. പങ്കിയുടെ മൊഴിയെ ആശ്രയിച്ചിരിക്കും കേസിൻ്റെ വിധി. പങ്കി എന്തായിരിക്കും പറയുന്നതെന്ന് നമ്മുടെ വക്കീല് കുറേ ദിവസമായിട്ട് അന്വേഷിക്കുന്നു. കോടതിയിൽ സത്യമല്ലയോ പറയേണ്ടത്? എന്നോട് പിണങ്ങിയോ? കുളിക്കാൻ പല്ല് തേക്കൊന്നും വേണ്ടായോ? ഞാൻ ഈ വെട്ടും കുത്തും ഏറ്റെന്തിനാ? എന്തിനാ? ഞാൻ നിന്നെ സ്നേഹിച്ചതുകൊണ്ടല്ലേ? എൻ്റെ ഓമന എനിക്ക് ആവശ്യം വരുമ്പോഴെല്ലാം പണം തന്ന് സഹായിക്കും. അതെന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? ഇനി സാക്ഷി വിസ്താര. കുറ്റകൃത്യം കണ്ട ഏക സാക്ഷി പങ്കിയമ്മയാണ്. പങ്കിയമ്മ എന്തു പറയുന്നു, എങ്ങനെ പറയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വിധി. പങ്കിയമ്മ സത്യം മാത്രം പറഞ്ഞാൽ മതി. നടന്നതുപോലെ. സാക്ഷിക്കൂട്ടി കയറുമ്പോ ആദ്യമായി ഈശ്വരനെ സാക്ഷിയാക്കി സത്യം ചെയ്യിക്കും. രാമായണത്തെ തൊട്ടാണ് സത്യം ചെയ്യേണ്ടത്. കോടതി മുമ്പാകെ സത്യം ബോധിപ്പിച്ചു കൊള്ളാം എന്ന് ഏറ്റുപറയിച്ച ശേഷം വക്കീൽ ചോദ്യം ചോദിക്കും. അവിടെ കള്ളം പറയുന്നത് മഹാപാപ. അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം പൂർത്തിയായി. പിന്നെ നമുക്ക് എന്നെന്നും ഒരുമിച്ച് കഴിയാം. എൻ്റെ ഓമന എൻ്റെ സ്വന്തമാവും. ആ കിഴവൻ തൊലഞ്ഞു പോയിക്കോളൂ. മൊഴി പറയുമ്പോൾ ഒരിക്കലും സംശയം വരരുത്. ഓർത്ത് പറയുന്ന പോലെ ആവരുത്.
അപ്പോൾ കോടതിക്ക് സംശയവും. വക്കീൽ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് വന്നതാണെന്ന് വിചാരിക്കും. ഇന്നും അന്നത്തെ പോലെ അങ്ങേര് വന്നാലോ? ഇല്ല, ആ കഴുത വക്കീലാഫീസിൽ കിടന്നുറങ്ങുന്ന കണ്ടേച്ചാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചത്. അയാൾ ഇനി രാവിലെ ഉണരൂ. അപ്പോൾ ഞാൻ അവിടെ കാണും. നല്ല മിടുക്കം തന്നെ. പങ്കയമ്മ എന്തിനാ ഈ വസ്തുവൊക്കെ എഴുതി അയക്ക് പണം കൊടുക്കുന്നേ? പാവം. പാവോ? അത് അങ്ങേരുടെ വകയല്ലേ. ഓ. ഭഗവാനെ രക്ഷിക്കണേ. അവള് സാമർത്ഥ്യക്കാരിയല്ലയോ. വിസ്താരം കഴിഞ്ഞപ്പം കിട്ടുള്ളേക്കും രാമക്കുറുപ്പിനും ഒരുപോലെ തോന്നി. പങ്കിയമ്മ ആരുടെയും ഭാഗം പിടിച്ചില്ലെന്ന്. രണ്ടുപേർക്ക് സന്തോഷം. മറ്റുള്ള കാര്യങ്ങളൊക്കെ നീ വിസ്തരിക്കുന്നു. ഒടുവിൽ വിധി എന്തായി? വിധി എന്തായിരിക്കും? സംശയിക്കാനെന്താ? രാമക്കുറുപ്പിന് തടവ് ശിക്ഷ നിശ്ചയം. എന്നാലേ വിധി അതല്ല. കിട്ടുള്ളിയെ കുത്തിയ കേസിൽ രാമക്കുറുപ്പിനെ വെറുതെ വിട്ടു. പക്ഷേ പിന്നത്തെ ലഹളയും കുത്തുകേസുകളും കോടതി കാര്യമായിട്ടെടുത്തു. 1ഉം 2ഉം പ്രതി ചേർത്ത് കിട്ടുള്ളേക്കും രാമക്കുറുപ്പിനും ഒരേ ശിക്ഷ വിധിച്ചു. 3 കൊല്ലം കഠിന തടവ്. എന്നാലും ആ പെണ്ണുമ്പിള്ള കാരണം രണ്ടുപേരുടെ ജീവിതമല്ലയോ നശിച്ചത്? അപ്പൊ കുറ്റം പെണ്ണും പിള്ളയുടേതായി അല്ലയോ? അവള് ചെയ്ത തെറ്റെന്താ? ചിരി തൊലി വെളുത്തിരിക്കുന്നതാ? പുറകെ നടന്ന് ശല്യം ചെയ്ത ആങ്കോന്തന്മാര് യോഗ്യന്മാര് അല്ലയോ? എൻ്റെ ഭാഗീരഥി, നീ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്തുവാ പറയുന്നേ? മനുഷ്യരല്ലയോ, എല്ലാവരുടെ കയ്യിലും ഉണ്ട് തെറ്റ്. ചേട്ടാ, ഞാനിങ്ങനെ കഷ്ടപ്പെടേണ്ടവനല്ല. ഞാനൊരു സ്ത്രീയെ സ്നേഹിച്ചു പോയി. അതിനുള്ള ശിക്ഷയായി അനുഭവിക്കുന്നത്. നിങ്ങൾ വന്നതും സ്ത്രീ കാരണമാണോ? ചേട്ടൻ ഇതെങ്ങനെ അറിയാം? അത് ഓരോരുത്തരെ കണ്ടാലറിയാം. ഞാനിവിടെ വന്നിട്ട് കാലം കുറേയായി. എത്രയോ പുള്ളികളെ കണ്ടിരിക്കുന്നു, എന്തെല്ലാം കഥകൾ കേട്ടിരിക്കുന്നു.
അങ്ങാണ് എൻ്റെ ജീവിത സർവസ്വം എന്ന് പറഞ്ഞ് ആണയിട്ട സ്ത്രീ നിങ്ങളെ പറ്റിച്ചു അല്ലേ? അയാളുടെ കഥ തന്നെ എൻ്റെയും. ഞങ്ങൾ സ്നേഹിച്ച സ്ത്രീയും ഒന്നു തന്നെ. അത്രയും ഞാൻ ഊഹിച്ചില്ല. അപ്പോൾ നിങ്ങൾ തുല്യ ദുഃഖിതരാണല്ലേ? അയാളെൻ്റെ വാദിയാ. വാദി എന്ന് പറഞ്ഞാൽ ശത്രു അല്ലേ? ആളിനെ കണ്ടാൽ രക്തം തിളയ്ക്കും, നേരിൽ കിട്ടിയാൽ കുത്തിക്കൊല്ലും അല്ലേ? അയ്യോ, ചേട്ടൻ ഇതെല്ലാം കൃത്യമായിട്ട് അറിയാമല്ലോ. കുറുപ്പ് എൻ്റെയും വാദിയാ. നമ്മുടെ ഈ ഓട്ടത്തിനിടയിൽ ഒന്ന് ഇരിക്കാനും ആലോചിക്കാനും എല്ലാം മാറിയെന്ന് കാണാനും ഒരിടം വേണ്ടേ? അതാണ് ജയില്. വെറുപ്പും വൈരാഗ്യങ്ങളുമൊക്കെ ഇവിടെ തീരണം. കഞ്ഞിയും കൊഴുക്കട്ടയും നിന്നും അടുത്തു. കൊല്ലം 3 ആകുന്നു. ഇനി അധികം ദിവസം ഇല്ലല്ലോ. ഓ, ഒരു ജന്മം മുഴുവനും ഇവിടെ കഴിച്ച പോലെ തോന്നുന്നു. നമ്മളെന്തിനാ പഴയ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്? മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ഇതുവരെ പറ്റിയിട്ടില്ല. ഇതിനകത്ത് നമ്മൾ ആരുമല്ല, വെറും പുള്ളികൾ. ഉള്ളതാ. പത്തി മടക്കി നല്ല വരുതിയിലും മര്യാദയ്ക്കും കഴിയുന്ന പുള്ളികൾ. സത്യത്തിൽ നമ്മൾ മണ്ടന്മാരായിപ്പോയി. വക്കീലന്മാരും കൂട്ടുകക്ഷികളും എല്ലാവരും കൂടെ നമ്മളെ മണ്ടം കളിപ്പിക്കുകയായിരുന്നു. എരികേറ്റ് വേണ്ടാത്തതിനൊക്കെ തള്ളിവിടുകയായിരുന്നു. ഇവിടുന്ന് ഇറങ്ങിയ നമുക്കൊരുമിച്ച് അവളുടെ മുന്നിൽ ചെല്ലണം. ശരിയാ. അവളും മാളവരും അറിയട്ടെ നമ്മളിന് പഴയ പോലെ തമ്മിത്തല്ലി നശിക്കത്തില്ലെന്ന്. എനിക്ക് അവളോട് ചിലതൊക്കെ ചോദിക്കാനുണ്ട്. ഒത്തിരി നേരമായി പാത്രം കഴുകുന്നുണ്ടല്ലോ, എന്തൊന്നാ അവിടെ? ആരാത്?
വേണ്ടവൻ. ആരടി ഇവൻ? എന്റെ കൊച്ചിന്റെ അച്ഛൻ. ജയിലിൽ നിന്ന് എന്ന് വന്നു?